നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വെങ്കിടങ്ങിൽ മതിൽ ഇടിഞ്ഞു വീണ് 7 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. തളിക്കുളം തമ്പാൻകടവിൽ കുളിക്കാനിറങ്ങി കാണാതായ തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. തൃപ്രയാറിൽ തുന്നൽ സാമഗ്രികൾ വിൽക്കുന്ന കടയ്ക്ക് തീപിടിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വെങ്കിടങ്ങിൽ 7 വയസ്സുകാരി മതിൽ ഇടിഞ്ഞ് ദേഹത്ത് വീണ് മരിച്ചു. മാമ്പ്ര തൊട്ടിപ്പറമ്പിൽ മഹേഷിൻ്റെ മകൾ ദേവി ഭദ്രയാണ് മരിച്ചത്. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അപകടം. പഴക്കം ചെന്ന മതിലിൻ്റെ താഴെയായിരുന്നു കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നത്. മതിൽ അടർന്ന് കുട്ടിയുടെ തലയിലേക്ക് വീഴുകയായിരുന്നു. തൃശൂർ അമല ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മഹേഷ് യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റാണ്. തളിക്കുളം തമ്പാൻകടവ് ബീച്ച് അറപ്പത്തോടിന് സമീപം കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കുന്നതിനിടയിൽ കാണാതായ അമൻകുമാറിൻ്റെ മൃതദേഹം കണ്ടെത്തി. ഞായറാഴ്ച രാവിലെ 7 മണിയോടെയാണ് വലപ്പാട് ബീച്ചിൽ കരക്കടിഞ്ഞത്. വലപ്പാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ശനിയാഴ്ച ഉച്ചയോടെയാണ് ഊട്ടി നീലഗിരിയിൽ നിന്നും വന്ന അമൽകുമാർ അടങ്ങുന്ന 7-അംഗ സംഘം കടലിൽ കുളിക്കാനിറങ്ങിയത്. തിരയിൽപ്പെട്ട് അമനെ കാണാതാവുകയായിരുന്നു. തൃപ്രയാറിൽ തയ്യൽ സാമഗ്രികൾ വിൽക്കുന്ന കടയ്ക്ക് തീപിടിച്ചു. തൃപ്രയാർ വൈമാളിന് സമീപമുള്ള നാസ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ ത്രെഡ് ലാൻഡ് എന്ന കടയിലാണ് ശനിയാഴ്ച രാത്രി 8 മണിയോടെ തീപിടുത്തമുണ്ടായത്. സമീപത്തെ കടയിലെ ജീവനക്കാർ ഷട്ടറിന് മുകളിലൂടെ പുക വരുന്നത് കണ്ട് കെട്ടിട ഉടമയെ വിവരമറിയിച്ചു. ഷട്ടറിൻ്റെ പൂട്ട് പൊളിച്ചെങ്കിലും കനത്ത ചൂട് മൂലം ഷട്ടർ ഉയർത്താനായില്ല. തുടർന്ന് കെട്ടിട ഉടമയായ ഷാജർ ഷട്ടറിന് മുകൾ ഭാഗത്തുകൂടി മോട്ടോർ ഉപയോഗിച്ച് വെള്ളമടിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടിക ഫയർഫോഴ്സ് എത്തി ഷട്ടർ തുറന്ന് തീ പൂർണ്ണമായും അണച്ചു. വലപ്പാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കടയിലുണ്ടായിരുന്ന തയ്യൽ സാമഗ്രികൾ ഭാഗികമായി കത്തിനശിച്ചു. കടയ്ക്കുള്ളിലെ ഗ്ലാസുകൾ പൊട്ടിത്തെറിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. നാലമ്പല ദർശനത്തിന് തൃപ്രയാറിലെത്തുന്ന ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യമുണ്ടാക്കാനോ യാതൊരു മുന്നൊരുക്കങ്ങളും നടത്താത്ത ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥയ്ക്കെതിരെ BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. പടിഞ്ഞാറനടയിൽ നടന്ന ധർണ BJP ജില്ലാ ട്രഷറർ അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. NS ഉണ്ണിമോൻ അധ്യക്ഷനായി. AK ചന്ദ്രശേഖരൻ, ജോഷി ബ്ലാങ്ങാട്ട്, KS സുധീർ, PV സെന്തിൽകുമാർ, PK ബേബി, ദയാനന്ദൻ ഏറാട്ട്, ഗ്രീഷ്മ സുഖിലേഷ്, ശിവരാമനേരനെടുത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഈ ക്ഷേത്രത്തിന്റെ മണ്ണിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന വികസനം എത്ര മാറ്റങ്ങൾ ഉണ്ടാവും. തൃപ്രയാറപ്പന്റെ നടയിലേക്ക് പഴയ കാലത്ത് വരുന്ന ആ കാലമല്ലോ ഇപ്പോ എത്ര കെട്ടിടങ്ങൾ കൂടുന്നു, എത്ര കച്ചവട സ്ഥാപനങ്ങൾ കൂടുന്നു. എന്താണ് അടിസ്ഥാനം? ഈ തൃപ്രയാർ പ്രദേശത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനം എന്നാണ്. തൃപ്രയാർ തേവരാണ്. ആർക്കാണ് അറിയാത്തത്? അറിയാത്ത ഒരൊറ്റ വർഗമേ ഉണ്ടാവുള്ളൂ. അത് ഈ ദേവസ്വം ബോർഡാണ്. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസ് ഗ്രാജുലാസിയോ 2024 സംഘടിപ്പിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി പഴുവിൽ ഫൊറാന വികാരി ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ആൻഡോ തോറൻ അധ്യക്ഷനായി. ഇടവകാംഗങ്ങളിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% നേടിയ സ്കൂളിനെയും മതബോധന പരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയവരെയും അനുമോദിച്ചു. വിജയികൾക്ക് വിൻസി പുലിക്കോട്ടിൽ മെമ്മോറിയൽ ഉപഹാരങ്ങൾ നൽകി. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി കാക്കശ്ശേരി സമ്മാനദാനം നിർവഹിച്ചു. പുത്തൻപീടിക പള്ളി വികാരി ഫാദർ ജോസഫ് മുരിങ്ങത്തേരി അനുഗ്രഹ പ്രഭാഷണവും ഡോക്ടർ ഫിലോമിന ചെറിയത്ത് മെമ്മോറിയൽ പുരസ്കാര വിതരണവും നടത്തി. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോബീഷ് പാണ്ഡ്യമക്കൽ, യൂണിറ്റ് സെക്രട്ടറി CL ജോബി, സ്കൂൾ പ്രിൻസിപ്പാൾ ലിൻസിയെ ജോസഫ്, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സീന CO, കൈക്കാരൻ വില്ലി പട്ടത്താനം, വാർഡ് മെമ്പർ മിനി ആൻഡോ, കുടുംബ കൂട്ടായ്മ കൺവീനർ TP പോൾ, മാതൃവേദി സെക്രട്ടറി ജസി ദേവസി, വിൻസി പുലിക്കോട്ടിൽ സ്മാരക ട്രസ്റ്റ് അംഗം സെയിൻ വിൻസി എന്നിവർ സംസാരിച്ചു. നടത്തപ്പെടുന്ന ഈ അവസരം ഇന്ത്യ ലോക ക്രിക്കറ്റ് കിരീടത്തിൽ മുത്തമിട്ട് അതിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിലാണ്
ഈ ഒരു സംരംഭം ഇവിടെ നടത്തപ്പെടുന്നത്. ഏറെ സന്തോഷദായകമായിട്ടുള്ള ഒരു അവസരം നമ്മുടെ മുന്നിൽ ഇപ്പോഴുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ച് നിങ്ങൾക്കും ആദരവ് നൽകുന്നതിനുള്ള ഈ അവസരം സംഘടിപ്പിച്ച AKCCക്ക് എല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങൾ ആശംസിക്കുന്നു. മണലൂർ സെന്റ് തെരേസസ് UP സ്കൂളിൽ മെറിറ്റ് ഡേയും PTA ജനറൽ ബോഡി യോഗവും നടന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. മണോ ഒരു ഇതൊന്നും ഇല്ലാത്ത രീതിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനൊക്കെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതൽ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ വരുന്നുള്ളത് തന്നെ നമ്മുടെ മക്കൾ എന്താ പറയുക ആർക്കും നിയന്ത്രിക്കണം. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യതയോടുകൂടി നമ്മുടെ മക്കളെ സംബന്ധിച്ച് അവരുടെ ഓരോ കാര്യങ്ങളിലും നമുക്ക് ഇടപെടാനും നല്ല രീതിയിലുള്ള ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. സ്നേഹത്തോടു കൂടി ക്ഷണിച്ച ഈ സ്കൂളിൻ്റെ PTA കമ്മിറ്റിയോടും അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനോടും മറ്റ് അധ്യാപകരോടും എല്ലാ നന്ദിയും കടപ്പാടും സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഈ PTA ജനറൽ ബോഡി യോഗം ഔപചാരികമായി ഉദ്ഘാടനത്തിനുണ്ടായിരിക്കുന്നു. പഞ്ചായത്ത് അംഗം ഷാനിൽ അനിൽകുമാർ അധ്യക്ഷയായി. OSA പ്രസിഡന്റ് ഡോക്ടർ ആന്റണി തോപ്പിൽ, പഞ്ചായത്ത് അംഗം ഷോയ് നാരായണൻ, MPTA പ്രസിഡന്റ് സൗമ്യ എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. രക്ഷിതാക്കൾക്കായി കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് എന്ന വിഷയത്തിൽ മറ്റം സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ ശ്രീ PJ സ്റ്റൈജു മാസ്റ്റർ ക്ലാസ് എടുത്തു. പൊതുസ്ഥലങ്ങളിലും പാതയോരത്തും അനുമതി കൂടാതെ സ്ഥാപിച്ചിട്ടുള്ള ബാനറുകൾ, ഫ്ലക്സ് ബോർഡുകൾ എന്നിവ നീക്കം ചെയ്യുന്നതിന് ഹൈക്കോടതി അനുവദിച്ച സമയപരിധി അവസാനിച്ചു. ഉടനടി ഇവ നീക്കാത്ത പക്ഷം ബന്ധപ്പെട്ടവരിൽ നിന്നും ബോർഡ് ഒന്നിന് 5000 രൂപ പിഴ ഈടാക്കുകയും പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് മണലൂർ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ഇടവേള. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം. കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്തു നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ.
21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to University of Calicut, approved by Government of Kerala. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. We offer BCom taxation, BCom cooperation, BCom finance, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്തെ മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. കക്കാട് വാദ്യകലാ ക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ ക്ഷേത്രകലാ പുരസ്കാരത്തിന് ഓട്ടൻതുള്ളൽ കലാചാര്യൻ മണലൂർ ഗോപിനാഥ് അർഹനായി. ജൂലൈ 28-ന് കുന്നംകുളം ടൗൺ ഹാളിൽ വെച്ച് നടത്തുന്ന ചടങ്ങിൽ കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ അനന്തകൃഷ്ണൻ സമ്മാനം വിതരണം ചെയ്യും. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചാടൂർ തച്ചന്തറ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട്, വിശേഷാൽ പൂജ, പൂമൂടൽ എന്നിവ നടന്നു. തുടർന്ന് പ്രസാദവൂട്ട് ഉണ്ടായിരുന്നു. ക്ഷേത്ര മേൽശാന്തി ചാടൂർ ശ്രീമഠം ശ്രീകുമാർ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സജീവ് ശാന്തി സഹകാർമ്മികനായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് സുരേഷ് TS, മുറ്റിച്ചൂർ പള്ളിയമ്പലം ശ്രീ നാരായണ ഗുരുദേവ മന്ദിരത്തിൻ്റെ തിരുമുറ്റം ടൈൽ വിരിച്ച് സമർപ്പിച്ചു. തേക്കുംകാട്ടിൽ അരവിന്ദാക്ഷൻ്റെയും സുലോചനയുടെയും മകൻ പ്രദീപ് കുമാറാണ് തിരുമുറ്റം ടൈൽ വിരിച്ച് സമർപ്പിച്ചത്. ഗുരുദേവ മന്ദിരം കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് TK സോമൻ, സെക്രട്ടറി CS ശിവരാമൻ, ട്രഷറർ KV നാരായണൻ,
രക്ഷാധികാരികളായ KS രാഘവൻ, KK രാജൻ, വാർഡ് മെമ്പർ ശാന്ത സോളമൻ, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾ, പല വിഭാഗത്തിലുള്ള ആളുകൾ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഈ നാടിൻ്റെ ഒരു ഇടമായിട്ടുണ്ടായിരുന്ന അത് വളർന്ന് വികസിച്ച് എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണത്തോടു കൂടിയിട്ട് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു ഗുരുമണ്ഡപം, അതുപോലെ തന്നെ ഗുരുദേവൻ്റെ വലിയ പഞ്ചലോകത്തിലുള്ള വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയിട്ട് ഏതാനും വർഷങ്ങളായി. അതിൻ്റെ ഈ സമുച്ചയത്തിൻ്റെ പണി പൂർത്തിയായി 2018 പൂർത്തിയാകുന്നത്. എന്നാൽ ഇതിൻ്റെ തിരുമുറ്റം നമുക്ക് വേണ്ട രീതിയിൽ സംരക്ഷിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള അന്നത്തെ സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് നീണ്ടുപോയി. അപ്പോൾ ഇന്ന് അതിന് നമുക്ക് തേക്കുംകാട്ടിൽ അരവിന്ദാഷേട്ടൻ്റെ മകൻ പ്രദീപ് കുമാർ നമുക്ക് അതിനുള്ളൊരു സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് കഴിമ്പ്രം ശ്രീനാരായണ വായനശാല ആദരിക്കൽ ചടങ്ങ് നടത്തി. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രദേശവാസികളെയും SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളും A+ നേടിയ വിദ്യാർത്ഥികളെയും ചാവക്കാട് താലൂക്ക് തല അക്ഷരോത്സവത്തിൽ വായനശാലയെ പ്രതിനിധീകരിച്ച് വിജയിച്ച ബാലവേദി അംഗങ്ങളെയുമാണ് ആദരിച്ചത്. ശനിയാഴ്ച കഴിമ്പ്രം വാഴപ്പള്ളി ക്ഷേത്ര ഹാളിൽ നടന്ന ചടങ്ങ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിക ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് MV രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KM വിശ്വംഭരൻ മാസ്റ്റർ, തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ മെമ്പർ VV ചിദംബരം മാസ്റ്റർ, വായനശാല രക്ഷാധികാരി PR താരനാഥൻ മാസ്റ്റർ, വായനശാല സെക്രട്ടറി VC ദിലീപ്, വാർഡ് മെമ്പർ അനിത കാർത്തികേയൻ, KS സോമദത്തൻ, TN സിജിൽ എന്നിവർ സംസാരിച്ചു. 24 ചാനലിലെ കൂരായണം ഫെയിം ശ്രീനിത കൃഷ്ണൻ, ഷട്ടിൽ ബാഡ്മിൻ്റൺ താരം ബിജു മോഹൻ ബാബു, ദേശീയ വോളിബോൾ റഫറി സിജിൽ മാസ്റ്റർ, കഥാകാരൻ ദിനേഷ് കല്യാണി, ഫ്ലവേഴ്സ് ചാനൽ മ്യൂസിക്കൽ വൈഫ് ചാപ്റ്റർ 4 വിജയി ജോയ്സ്, ദേശീയ പഞ്ചഗുസ്തി താരം കൃഷ്ണാഞ്ജന VD, ഖുറാൻ വായനയിൽ ദേശീയ ജേതാവ് മുഹമ്മദ് ഇർഫാൻ, MBBS വിജയി റുക്സാന PR, 33 തവണ രക്തം ദാനം നൽകിയ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത്. അതിന് കാരണം വായനശാലയുടെ സെക്രട്ടറി തന്നെയാണ്. കാരണം ഇതിന് ക്ഷണിക്കാനായിട്ട് വന്നപ്പോൾ തന്നെ ആ ഒരു ബ്രോഷർ വായിച്ചു നോക്കിയാൽ അറിയാം, ഒരുപാട് വിശിഷ്ട വ്യക്തികളെയാണ് നമ്മളിവിടെ ആദരിക്കുന്നത്. നമ്മൾ വിചാരിച്ചാൽ ഇത്രയും വലിയ വിശിഷ്ട വ്യക്തികൾ എന്ന് പറയാൻ മാത്രം അവരവരുടെ സ്വന്തം കഴിവ് കൊണ്ട് നേടിയെടുത്ത, സ്വന്തം പ്രയത്നാൽ നേടിയെടുത്ത പേരുകളാണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും അവരെ ഒരു വ്യക്തി ആദരിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാല് സ്വന്തം കഴിവ് കൊണ്ട് ആദരിക്കപ്പെടുമ്പോഴാണ് അവര് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മഹനീയമായ വ്യക്തികളാകുന്നത്. അത്തരത്തിൽ വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങ് തന്നെയാണ് ഏറ്റവും വിശിഷ്ടമായത് എന്ന് തോന്നിയതുകൊണ്ടാണ്. 108 ശിവാലയങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന 500 വർഷം പഴക്കമുള്ള കാഞ്ഞാണി തൃക്കുന്നത്ത് മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന മഹോത്സവവും ഭഗവാന്മാരുടെ തിരുവുത്സവവും ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നാമജപം, നവകം, ശ്രീഭൂതബലി എന്നിവ നടത്തി. ചെറുശ്ശേരി കുട്ടന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും തുടർന്ന് പ്രസാദകൂട്ടുമുണ്ടായിരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രഞ്ജിത്ത് മുടവങ്ങാട്ടിൽ, സെക്രട്ടറി പ്രമോദ് മാങ്കോർ, ട്രഷറർ അനീഷ് കാഞ്ഞാണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും കുടുംബശ്രീയും സംയുക്തമായി ഞാറ്റുവേല ചന്തയും കർഷക സഭകളും സംഘടിപ്പിച്ചു. തളിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷയായി. ജനപ്രതിനിധികളായ MK ബാബു, AM മെഹബൂബ്, ബുഷ്ര അബ്ദുൽ നാസർ, കല ടീച്ചർ ബഗീഷ് പൂരാടൻ, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, KK സൈനുദ്ദീൻ, സന്ധ്യ മനോഹരൻ,
ഷാജി ആലുങ്ങൽ, വിനയപ്രസാദ്, CK ഷിജി, കൃഷി ഓഫീസർ TR അഞ്ജന, തളിക്കുളം കുടുംബശ്രീ ചെയർപേഴ്സൺ മീന രമണൻ എന്നിവർ സംസാരിച്ചു. എങ്ങനെയാണ് ഞാറ്റുവേല എന്ന പേരുണ്ടായത്? എങ്ങനെയാണ് പഴമക്കാർ, പഴയ തലമുറ വേട്ടയാടപ്പെടുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ വേട്ടയാടി ജീവിക്കണം, നമുക്ക് കായ്കനികൾ ഭക്ഷിച്ച് വേണം നമ്മുടെ ജീവൻ നിലനിർത്താൻ. അന്നും കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ആ കാലത്തിലുള്ള മനുഷ്യരെല്ലാം ജീവിച്ചു പോന്നിരുന്നത്. നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിത ഉപാധികൾക്ക് നാം കണ്ടെത്തിയിരുന്നത്. പക്ഷേ തുടരെ തുടരെ വന്ന മാറ്റങ്ങൾ, കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ നമ്മുടെ കൃഷിയും ജീവിത രീതിയുമൊക്കെ മാറ്റിമറിക്കപ്പെട്ടു. കേരള സർവകലാശാലയിൽ നിന്നും ബിവോക്ക് ടൂറിസം ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൽ 2ാം റാങ്ക് നേടിയ ആങ്ങണ്ടിയൂർ വടക്കൻ ഉണ്ണികൃഷ്ണൻ്റെയും ശോഭനയുടെയും മകൾ സ്വപ്ന ഉണ്ണികൃഷ്ണനെ ആങ്ങണ്ടിയൂർ പഞ്ചായത്ത് പട്ടികജാതി ക്ഷേമ സമിതി അനുമോദിച്ചു. ചടങ്ങ് PK സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. NK പ്രസന്നൻ അധ്യക്ഷനായി. KK അനിൽകുമാർ, TK ഉത്തമൻ, മിനി ബൈജു, ആരി സന്തോഷ്, സ്വപ്ന ഉണ്ണികൃഷ്ണൻ, ആരി പ്രേമൻ, NK ലീല എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വെങ്കിടങ്ങിൽ മതിൽ ഇടിഞ്ഞു വീണ് 7 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. തളിക്കുളം തമ്പാൻകടവിൽ കുളിക്കാനിറങ്ങി കാണാതായ തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. തൃപ്രയാറിൽ തുന്നൽ സാമഗ്രികൾ വിൽക്കുന്ന കടയ്ക്ക് തീപിടിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.